മോശം പറയില്ല, ചില സമയത്തുണ്ടല്ലോ ഈ സാധനങ്ങൾ നമ്മളെ കിട്ടങ്ങ് ഭ്രാന്തടിപ്പിക്കും. 100 രൂപയുടെ പണിക്ക് 5000 രൂപ ചിലവാക്കുന്ന കേസ് ഇട്ടോട്ടിരിക്കും. ഒരു മടുപ്പ്, ഒരു ബുദ്ധിമുട്ട്, കയറിപ്പോകാൻ ഒരു എന്തോ പോലെ. അപ്പോൾ ഇവനെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. വാഗണർ ഒരു കെ സീരീസ് 3 സിലിണ്ടർ എഞ്ചിൻ വരുന്നൊരു വാഹനമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ ഓട്ടത്തിൽ, അതായത് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടുമ്പോഴേ കാണിക്കും ചില സമയത്തൊക്കെ, അത് എപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പം വണ്ടി ഓടി നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു ഇത്തിരി സ്ലോ ആയി നിൽക്കുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ AC ഒക്കെ ഇട്ടിട്ട് ഇടുന്ന സമയത്ത്, അങ്ങനെ കുറച്ച് സമയങ്ങളിൽ ഇവനങ്ങ് കുടഞ്ഞ് പെടച്ച് ഓഫാവുന്ന പോലെ വരും. ചിലപ്പോൾ ഓഫാവും, ചിലപ്പോൾ ഓഫാവത്തില്ല. അത് കണക്കിന് നമ്മൾ ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു കയറ്റമൊക്കെ കയറി വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു മടുപ്പ്, ഒരു ബുദ്ധിമുട്ട്, കയറിപ്പോകാൻ ഒരു എന്തോ പോലെ. അപ്പോൾ ഇവനെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്കാനിങ്ങിന് എടുത്തേക്കുന്നത് നമ്മൾ സ്കാൻ പ്ലസ് എക്സ് V5 ആണ് നമ്മൾ സ്കാനിങ്ങിനായിട്ട് എടുത്തേക്കുന്നത്. നിലവിൽ വണ്ടിക്ക് വാണിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുമ്പോഴത്തേക്കുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വാണിംഗ് ലൈറ്റ് എല്ലാം പോകുന്നുണ്ട്. നിലവിൽ മാൽ ഫംഗ്ഷൻ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതാണ്ട് വാഗണർ എഞ്ചിൻ കൺട്രോളാണ് എടുത്തേക്കുന്നത്. കെ സീരീസ് എഞ്ചിൻ്റെയാണ് എടുത്തേക്കുന്നത്. റീഡ് ഫോൾട്ട് കോഡ്, നോ ട്രബിൾ കോഡ്. ഇതിൽ പ്രത്യേകിച്ച് ഫോൾട്ട് കോഡോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ കാണിക്കുന്നില്ല. ഇതിൻ്റെ ത്രോട്ടിൽ പൊസിഷൻ, ക്ലോസ് ടു ത്രോട്ടിൽ പൊസിഷനും IAC ത്രോട്ടിൽ ഓപ്പണിങ്ങും, അതായത് ഇൻടേക്ക് എയർ കൺട്രോളിൻ്റെ ത്രോട്ടിൽ ഓപ്പണിങ്ങും അത് കണക്കിന് ത്രോട്ടിൽ പൊസിഷനും നോക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആയാലും ഈ വിഷയമൊക്കെ കാണിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നിലവിലിപ്പം സ്കാൻ ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് വണ്ടിക്ക് മറ്റ് വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. റീഡ് ട്രബിൾ കോഡ്, നോ ട്രബിൾ കോഡ്സാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ സ്കാനിങ് ടൂൾ തിരിച്ചെടുത്ത് വെക്കാം. ഈ സൗണ്ട് കേൾക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഡോഗിൾ യൂണിറ്റ് ഇളക്കിയെടുക്കാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തരുന്നൊരു വാണിംഗ് ആണ്. ചിലവരൊക്കെ ഈ ഒരു ഡോഗിൾ യൂണിറ്റൊക്കെ മറന്നിട്ട് വെക്കുന്നൊരു കേസിട്ടുണ്ട്. ബോഡി പൊസിഷൻ സെൻസറും അത് കണക്ക് തന്നെ IAC വാൽവൊക്കെ, ഐഡലിംഗ് എയർ കൺട്രോൾ വാൽവൊക്കെ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം ഇളക്കി നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോകണം. പിന്നെ ഇതിൽ വേറൊരു സാധനത്തിൻ്റെ കളിയും കൂടെ വരും. അതായത് നമ്മുടെ എത്തനോട് ഇറങ്ങിയ പെട്രോൾ ഉണ്ടല്ലോ, അവനും കയറി പണിയാനുള്ള സാധ്യതയുണ്ട്. MAP സെൻസർ, അതായത് മാനിഫോൾഡ് ആബ്സല്യൂട്ട് പ്രഷർ സെൻസറും അതുപോലെ തന്നെ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി പ്ലഗ് കാര്യങ്ങളെല്ലാം ഇളക്കി ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ പ്ലഗ് ചെക്ക് ചെയ്തതാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ വർക്ക് അങ്ങോട്ട് തുടങ്ങാം, എല്ലാം അങ്ങോട്ട് ഇളക്കാം. എപ്പോഴാണെങ്കിലും വണ്ടിയിൽ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യാനുള്ളത് ബാറ്ററി ഇളക്കി മാറ്റുക, അല്ലെങ്കിൽ ബാറ്ററി ലൈൻ ഊരിയിടുക എന്നുള്ളതാണ്. ഈ വണ്ടികളുടെ ഏറ്റവും വലിയൊരു വിഷയമാണ് ഇപ്പം കെ സീരീസ് വാഹനങ്ങളിൽ വരുന്ന ഫിൽറ്ററിൻ്റെയൊക്കെ. ഫിൽറ്റർ നോക്കട്ടെ, ഫിൽറ്ററിൻ്റെ അവസ്ഥ. ഫിൽറ്ററൊന്നും വലിയ കുഴപ്പമില്ല, എന്നാലും മാറിയേക്കാം കേട്ടോ. ഇതാണ് ഫിൽറ്ററിൻ്റെ അവസ്ഥ. എന്തായാലും മാറിയേക്കാം കേട്ടോ ഫിൽറ്റർ. സാധാരണ ഈ വണ്ടിയുടെയൊക്കെ ഈ ഒരു കേസിങ്ങിൽ, അതായത് ഇതിൻ്റെ ഒരു കേസിൽ ചിലപ്പോഴൊക്കെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്ന പോലെ ഈ ഒരു ലെഗ് കണ്ട, അതായത് ഈ ലെഗ്ഗാണ് ഇവിടുത്തെ ഹോളുകളിലേക്ക് കയറി കിടക്കുന്നത്. ഈ ലെഗ്ഗൊക്കെ ഡാമേജ് ആയിട്ട് പണി കിട്ടാറുണ്ട്. അപ്പം ഇളക്കുമ്പോഴത്തേക്ക് ഇത്തിരി നോക്കി ഇളക്കുക. എത്ര കഷ്ടപ്പെട്ട് നോക്കി ഇളക്കിയാലും പ്രശ്നമാണ്. ഇത് സെപ്പറേറ്റ് വാങ്ങിക്കാനൊക്കെ കിട്ടും, പക്ഷേ ഇത്തിരി പാടാണ്. നമ്മളിങ്ങോട്ടൊക്കെ വലിയ പാടാട്ടോ കിട്ടാനായിട്ട്. അപ്പോൾ ഇതെടുത്ത് വണ്ടിയുടെ ഡിക്കിയിലോട്ട് നൈസായി വെക്കാം. വെച്ചിട്ടവനെ, ഇതാണ് ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ. ഇപ്പോൾ E20 പെട്രോളിൻ്റെ ഇഷ്യൂ ഒക്കെ വരാൻ തുടങ്ങിയ ശേഷം ധാരാളമായിട്ട് ഇത്തരം വണ്ടികളൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ ത്രോട്ടിൽ ബോഡി ക്ലീനറൊക്കെ വാങ്ങിച്ചൊഴിച്ച് റെഡിയാക്കി വിടുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് റെഡിയാകാറുമുണ്ട് പലതും. അങ്ങനെ നമ്മൾ ത്രോട്ടിൽ ബോഡി ഇളക്കാൻ വേണ്ടി അതിൻ്റെ ഗാർഡും പ്ലേറ്റും 3 ബോൾട്ട് ഇളക്കിയെടുത്തപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഇതാ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയേ, ലൈൻ പൊട്ടിക്കിടക്കുകയാണ് കേട്ടോ.
3 ലൈൻ വരും. അതിൽ 2 ലൈനും പൊട്ടിക്കിടക്കുകയാണ്. ഒരെണ്ണം ഞാൻ തൊട്ടപ്പം തന്നെ അടന്നു വന്നാണ് എനിക്ക് തോന്നി. അപ്പം ഈ ഒരു സോക്കറ്റ് ഇളക്കിയെടുത്ത് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പം വള്ളിയാണ് ചെറിയ വള്ളിയാണ്. എന്തായാലും ത്രോട്ടിൽ ബോഡിയും കൂടെ നമ്മൾ ഇളക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പം മിക്കവാറും കംപ്ലയിൻറ്റ് ഇതിൻ്റെ ആയിരിക്കണം, കൊണ്ടില്ല എന്നിരുന്നതിൻ്റെ പ്രശ്നമായിരിക്കണം. എന്തായാലും നമ്മൾ ഇളക്കിയെടുത്ത് അത് കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നിന്ന് ഒരു ലൈൻ നേരത്തെ പൊട്ടിയിരുന്നതാണെന്ന് തോന്നുന്നു. തന്നെ ഒരു ലൈൻ നേരത്തെ പൊട്ടിയിരുന്നത്. ഇത് ഞാൻ തൊട്ടുടനെ അടന്ന് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതും കൂടെ ഒന്ന് കറക്റ്റ്. മിക്കവാറും ഇത് തന്നെ ആയിരിക്കണം ഇതിൻ്റെ പ്രശ്നം. പക്ഷേ നമ്മൾ ത്രോട്ടിൽ പൊസിഷൻ സെൻസറൊക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ വർക്കായി. എന്താണെന്നുള്ളത് എന്തായാലും നോക്കാം. ഇപ്പോൾ നമ്മളിതാ ഈ ലൈൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഇത് കണ്ടതോടുകൂടി നമ്മളിതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഇത്തിരി കാര്യമായ രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ കണ്ടസിക്കുക. ത്രോട്ടിൽ ബോഡിയുടെ അകത്തൊക്കെ ഇതൊക്കെ അഴുക്കും കാര്യങ്ങളും കണ്ട സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു ഐറ്റം എല്ലാം ഇളക്കി ക്ലീൻ ചെയ്ത് വെടുപ്പാക്കി വെച്ച് സെറ്റ് ചെയ്യും. ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ കോൺടാക്റ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ പ്രശ്നം കാണിച്ചുകൊണ്ടിരുന്നത്. മുന്നേ കട്ടിംഗ് പ്ലെയർ എടുത്തേ. ഇതിപ്പോൾ നമ്മളിതാ കൊണ്ടുപോയി ഒന്ന് സോൾഡർ ചെയ്ത് സെറ്റാക്കണം. ഈ ഒരു എന്തിയുടെ മഞ്ഞ വരുന്നത്, മഞ്ഞല്ലിയുടെ ഇത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ കളർ വരുന്നത് ഇവിടെയും, ഇതൊരു പച്ച ലൈൻ വരുന്നത് ഇതിവിടെയും. നമുക്കിനി ത്രോട്ടിൽ ബോഡിയുടെ ബാക്കിയുള്ള ഭാഗം കൂടി ഇളക്കാം. ദോഷം പറയില്ല, ചില സമയത്തുണ്ടല്ലോ ഈ സാധനങ്ങൾ നമ്മളെ കിട്ടങ്ങ് ഭ്രാന്തടിപ്പിക്കും. 100 രൂപയുടെ പണിക്ക് 5000 രൂപ ചിലവാക്കുന്ന കേസിട്ടോട്ടൊരു കാര്യം കാണിച്ചിട്ട് എന്തുവാന്നുള്ളത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ വരാൻ തുടങ്ങിയതിന് ശേഷമുള്ള പ്രശ്നങ്ങളാണ്. ഈ ഒരു ഐറ്റം കണ്ട അത് പറഞ്ഞ കൈമാറ്റേ ഈ ഒരു സാധനം, അതായത് ഈ ഫൈബറിൻ്റെ ത്രോട്ടിൽ ബോഡി ഹോൾഡറും അതായത് ത്രോട്ടിൽ ബോഡി ഫൗണ്ടേഷൻ വരുന്ന ഭാഗവും അല്ലെങ്കിൽ ഇല്ലറ്റ് മാനിഫോൾഡ് ഉണ്ട്. ഈ ഒരു സാധനം മനുഷ്യനെ എങ്ങനെയൊക്കെ വലിപ്പിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ വലിപ്പിക്കും കേട്ടോ. വേറൊന്നുമല്ല, ഈ സാധനമൊക്കെ ഇളകി വരുത്തുന്നില്ല. ഇതിപ്പം തന്നെ ഇരുന്ന് കറങ്ങിപ്പോയി, എങ്ങനെയാണ്ടൊക്കെ കഷ്ടപ്പെട്ട് ഊരിയെടുത്തതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ വിഷയം. ഇതിൻ്റെ അകത്തോട്ട് കരിയും കാര്യങ്ങളൊക്കെ കയറിയിരിപ്പുണ്ട്. ത്രോട്ടിൽ ബോഡിയുടെ അവസ്ഥ ഉണ്ടോ, ഇതാണ് ത്രോട്ടിൽ ബോഡി വരുന്നത്. ത്രോട്ടിൽ ബോഡി വല്ലാത്ത അവസ്ഥയിലിരിക്കാൻ എനിക്ക് തോന്നുന്നു. ആ ഒരു രണ്ടാമത്തെ ലൈൻ പൊട്ടിയിട്ട് കുറച്ച് ദിവസമായി കാണണം. ഇതാണ് ഇതിൻ്റെ IAC ഐഡ്ലിംഗ് എയർ കൺട്രോൾ വാൽവ് വരുന്നത്. നമുക്കിത് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് IAC ടൈറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. അതിനുശേഷം ഇതെല്ലാം അടിച്ച് തേച്ച് കഴുകി വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗവും നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ ത്രോട്ടിൽ ബോഡി തല്ലിപ്പൊളിച്ച് റെഡിയാക്കാൻ പോകണ്ട. ഈ ഒരു ഇമ്പാക്റ്റ് സ്കൂട്ടർ ദയവ് ചെയ്ത് വാങ്ങിച്ച് വെച്ചേക്കണം. ഇവിടെ പല വണ്ടികളും വരാൻ നേരത്ത് ഈ സാധനത്തിൻ്റെയൊക്കെ അതായത് സ്കൂട്ടറിൻ്റെ അറ്റവും മൂലമൊക്കെ അടിച്ച് ചതച്ച് വെട്ടിപ്പൊളിച്ചൊക്കെ വെച്ചേക്കും. ഈ ഒരു സാധനം വാങ്ങിച്ച് വെച്ചേക്കണം കേട്ടോ. ദയവ് ചെയ്ത് വാങ്ങിച്ച് വെച്ചേക്കണം. ഇപ്പോൾ ഇളവാത്ത സ്കൂട്ടർ സ്ക്രൂ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇളവാത്ത ബോൾട്ട് ആണെങ്കിലും പറ്റും. ബോൾട്ട് ആണെങ്കിലും ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് സോക്കറ്റ് ഇട്ട് ചെയ്യാൻ പറ്റും. ദയവ് ചെയ്ത് പ്ലീസ് ഈ കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് വെച്ചേക്കണം കേട്ടോ. വലിയ വിലയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 260 രൂപ 300 രൂപ എങ്ങാണ്ടേ ഉള്ളു. കണ്ടോ, ഇത് കണക്കിന് ഐസിനൊരു കൊട്ട് കൊടുത്താൽ ഇതിങ്ങനെ ലൂസായി വരും. ചിലപ്പോൾ അത് നമ്മളിങ്ങനെ കയറ്റിയിട്ട് പിടിച്ചാലും എന്താ പറ്റുമെന്നറിയാമോ, ലൂസായെന്ന് വരത്തില്ല. കണ്ടോ, സിമ്പിളാണ് സാധനം. എന്താ സുഖം. സാധനം നമ്മൾ ഇളക്കിയെടുത്തു. ഇതാണ് ഇതിൻ്റെ IAC വാൽവ് യൂണിറ്റ്. IACയുടെ അച്ചീവർ മോട്ടർ യൂണിറ്റാണ് ഈ ഭാഗത്തായിട്ട് വരുന്നത്. ഇവിടെ വരുന്നത് വെച്ചാൽ IACയുടെ വാൽവ് യൂണിറ്റാണ് ഇതിൻ്റെ അകത്ത് മൊത്തം കരിയാണ് കേട്ടോ. നമുക്ക് ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഈ സാധനം സോക്കറ്റൊക്കെ ഒട്ടിച്ച് റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെച്ച് സെറ്റ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ത്രോട്ടിൽ ബോഡിയെല്ലാം ക്ലീൻ ചെയ്യണം. ഇൻടേക്ക് എയർ കൺട്രോൾ യൂണിറ്റിൻ്റെ ലൈൻ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ അച്ചുവായിട്ട് നമ്മൾ ഇളക്കി മാറ്റി വയ്ക്കുകയാണ്. മാറ്റി വെച്ച ശേഷം മോനെ ത്രോട്ടിൽ ബോഡി എന്ത് ചെയ്യടാ, ഇതിൻ്റെ അകത്ത് ചെറിയൊരു ബെയറിങ്ങും ഇത് ഫ്രീ ആയിട്ട് റോൾ ചെയ്യണം. അതായത് ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് ECM കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു യൂണിറ്റ്, അതായത് ഈ കാണുന്ന നമ്മളുടെ ഐഡ്ലിംഗ് എയർ കൺട്രോൾ യൂണിറ്റ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം. ഇതിപ്പം ടൈറ്റാണ്, കണ്ടോ, കൈ വെച്ച് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ടൈറ്റാണ് സാധനം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് പ്രോപ്പറായിട്ട് ഫ്രീ ആയിട്ട് വർക്കാകത്തില്ല. നമ്മളിങ്ങനെ കറക്റ്റ് ഇടുമ്പോൾ ചിങ് എന്ന് പറഞ്ഞ് പോളയായിട്ട് കറങ്ങണം. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ ബോഡി വാങ്ങിച്ചിട്ടുണ്ട്. ത്രോട്ടിൽ ബോഡി എടുത്ത് ക്ലീൻ ചെയ്ത് സെറ്റാക്കാൻ പോവുകയാണ്. നല്ല മഴക്കോൾ വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ മഴയുടെ ലക്ഷണമുണ്ട്.
ആ പല്ലി വയ്ക്കുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കണം. കണ്ടോ, ഇപ്പോൾ ഇതേ കണക്ക് വർക്കാവണം. ഇതിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. കണ്ടോ, ഫ്രീ ആയെന്നും പറഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ച് മുറുക്കുന്നില്ല. നേരത്തെ വെച്ചാൽ ടൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ IACയുടെ യൂണിറ്റ് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേ കണക്ക് ഫ്രീ ആയിട്ട് കറങ്ങണം. ഒന്ന് അടുത്ത് കാണിച്ചു കൊടുത്താൽ ഇതേ കണക്ക് ഫ്രീ ആയിട്ട് കറങ്ങണം. ഈ സാധനം സ്റ്റക്ക് ആവുകയാണെങ്കിലുള്ള പ്രശ്നം വെച്ചാൽ AC നമുക്ക് കൂടുതൽ വൈബ്രേഷൻ, അതുപോലെ തന്നെ വണ്ടി ഓടിയിട്ട് നമ്മൾ കാലെടുക്കാൻ നേരത്ത്, അതായത് ഐഡ്ലിങ്ങിലോട്ട്, ഇപ്പോൾ നമ്മൾ ഓടി ഗിയർ മാറാൻ നേരത്തും അല്ലെങ്കിൽ മറ്റു കാര്യത്തിലോട്ട് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റിന് വർക്കല്ല, സ്റ്റക്കാണ് എന്നുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആവാനോ മിസ്സിങ് വരാനോ പുതുതാ നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കണക്കിന് നമ്മൾ ഒരു കയറ്റത്തെ കൊണ്ട് നിർത്തിയിട്ട് കാല് കൊടുത്ത് കയറുമ്പോഴത്തേക്ക് ഈ സാധനം വണ്ടി, അതായത് വണ്ടിയുടെ ഈ സാധനം കംപ്ലൈൻ്റ് ആണെങ്കിൽ വണ്ടി നേരെ ചൊവ്വേ ഓടില്ല, വണ്ടി ഒരുമാതിരി എന്നൊരുമാതിരി നിൽക്കും. അപ്പം ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. IAC യൂണിറ്റിൽ വരുന്ന കറണ്ടിനനുസരിച്ച് ഇതിങ്ങനെ വർക്കായി കൊടുക്കുകയുള്ളൂ. എയറിനെ കൺട്രോൾ ചെയ്യുന്നതാണ്, അതായത് ടോട്ടൽ ബോഡി അടഞ്ഞിരിക്കുന്ന സമയത്ത് ആവശ്യമായ എയറിനെ എഞ്ചിനിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരിത്തിരി എന്തിയടാ ഓയിൽ, ഒരിത്തിരി ഓയിലിട്. നമ്മളൊരിത്തിരി എഞ്ചിൻ ഓയിൽ ഇട്ട് കൊടുക്കും കേട്ടോ. എഞ്ചിൻ ഓയിൽ ഇത്തിരി ഇട്ടിട്ട് ഒന്നും കൂടെ കറക്കി ഫ്രീ ആക്കും. കാര്യം വെച്ചാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഫ്രിക്ഷൻ്റെ വിഷയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിധമൊക്കെ ഉള്ളേക്ക് മാറും, സ്റ്റക്കാകത്തില്ല. എഞ്ചിൻ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഇതടിച്ച് ക്ലീൻ ചെയ്യും കേട്ടോ. ഒരു പൊടിക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ഇങ്ങനെ ചെറുതായിട്ട് നൈസിന് കറക്കുമ്പോൾ ചെറിയൊരു കിരികിര ഫീലിംഗ് ഉണ്ടായിരുന്നു, അതങ്ങ് മാറി കേട്ടോ. എന്നിട്ട് ത്രോട്ടിൽ ബോഡി അടിച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിച്ചു കളയും. ഇപ്പം കണ്ട ഫ്രീ ആയി, നല്ല ഫ്രീ ആയി. ആ ചെറുതായിട്ട് പിടിക്കുമ്പോൾ മറ്റേ കിരിക്കെന്ന് പറഞ്ഞ് പിടിക്കുന്ന കണക്കുള്ള ഫീലിംഗ് ഇപ്പം ഇല്ല. നമ്മൾ IACയുടെ ലൈനിൽ കൂടെ നേരെ കയറി വരുന്ന എയർ കയറിപ്പോണ സെക്ഷൻ ഇതാണ്ട് ഈ ഭാഗത്തൂടെ വേണ്ട, മറ്റൊരു ഹോൾ കണ്ട ആ ഹോളിൽ കൂടെയാണ് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ചെയ്യണം. ഇത് ഒരു സൈഡിലോട്ട് തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ IAC യൂണിറ്റെല്ലാം ക്ലീൻ ചെയ്ത് ഫ്രീ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ത്രോട്ടിൽ ബോഡിയും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ യൂണിറ്റ് എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മറ്റേ കംപ്ലൈൻ്റ് ആയിട്ട് ഇടുന്ന ഐറ്റവും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ബക്കമാണ്. അപ്പോൾ നമുക്ക് സോക്കറ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഭാഗമെല്ലാം ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ടെമ്പറേച്ചർ സെൻസർ, അത് കണക്ക് പർച്ച് വാൽവ്, അതിൻ്റെ IAC യൂണിറ്റ്, അത് കണക്ക് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അളിയ അഫ്സലേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എയർ ഫിൽറ്റർ യൂണിറ്റ് കാര്യങ്ങളും വെച്ചിട്ടില്ല, എയർ ഫിൽറ്റർ പുതിയതാണ് എടുത്തേക്കുന്നത് കേട്ടോ. എൻജിൻ നല്ല രീതിയിൽ സ്മൂത്തായി, അത് കണക്ക് റെസ്പോണ്ട് കാണിക്കാൻ തുടങ്ങി നല്ലോണം കേട്ടോ. എൻജിൻ നല്ലോണം റെസ്പോണ്ടും കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ബാക്കി ഭാഗങ്ങൾ കൂടെ എടുത്ത് സെറ്റ് ചെയ്യാം. പുതിയ എയർ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ വണ്ടി പരിപാടിയൊക്കെ കഴിഞ്ഞ് സെറ്റായി കേട്ടോ. ഒരു കാരണവശാലും പെട്രോൾ വണ്ടി, പ്രത്യേകിച്ച് ഈ 3 സിലിണ്ടർ വണ്ടികൾ ഒരു കാരണവശാലും ക്ലച്ച് മാത്രം താങ്ങി ഓടിക്കരുത്. ചെറുതായിട്ട് ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്യണം. അതായത് 900 എന്നുള്ള 1100 1200 RPM ആക്കി വേണം എടുക്കാൻ. എരപ്പിച്ച് ക്ലച്ച് നശിപ്പിക്കാനല്ല പറയുന്നത്. ഇപ്പോൾ ഈ വണ്ടിയിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ആ ഒരു ഹമ്പ് ബാക്കി വണ്ടിയൊന്നുമില്ലല്ലേ, വളവും കൂടെയാണ്. ഞാൻ എന്താ നിർത്തി, ഒന്ന് കാണിച്ചു കൊടുത്തോളിയാ. ഞാൻ നിർത്തി, ഞാൻ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഈ വണ്ടി ഈ ഹമ്പ് കയറ്റുന്ന കാര്യം നേരത്തെ വെച്ചാൽ പാടായിരുന്നു. ഇപ്പം കണ്ട ഞാൻ ആക്സിലേറ്റർ ഒന്നും കൊടുക്കാതെ കയറി വന്നിട്ടുണ്ട്. നേരത്തെ വെച്ചാൽ ഇത് കണക്ക് എടുക്കുമ്പോൾ പട കാണിച്ചിട്ടങ്ങ് വണ്ടി ഓഫാവും. അപ്പോൾ നിങ്ങളെ വണ്ടിയിൽ ഇത് കണക്കുള്ള വിഷയം ഉണ്ടെങ്കിൽ E20 ആണ് എന്ന് 100% വിശ്വസിക്കേണ്ട. കാര്യം E20 പ്രശ്നം വരത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ള കാര്യം വെച്ചാൽ നിങ്ങളെ വണ്ടിയിൽ മിസ്സിങ്ങും പ്രശ്നങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് വണ്ടിയുടെ എല്ലാ ഭാഗവും ഇളക്കി ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യുക. അതല്ലാതെ അത് ഈ പെട്രോളിൻ്റെ ആണെന്നും പറഞ്ഞ് മാത്രം ഇരിക്കാതിരിക്കുക.
ഇത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഈ വണ്ടിക്കൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ്. കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ പണി കിട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.